അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്രൈഡൽ ബ്ലൗസ് ഡിസൈൻ ചെയ്താലോ. ആരി വർക്ക് അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ പേപ്പറിൽ മെഷർമെൻറ്റൊക്കെ അനുസരിച്ച് പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിൽ ഡിസൈൻ ട്രേസ് ചെയ്തെടുക്കാം. അപ്പം നെക്കൊക്കെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഇട്ടിരിക്കുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രണ്ട് നെക്കും സ്ലീവും എല്ലാം നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ നല്ലോണം ഒന്ന് മാർക്കൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 2 സ്ലീവ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് തന്നെ കിട്ടും. ചില ക്ലോത്തിൽ നമുക്ക് 2 സ്ലീവും 2 സൈഡിൽ നിന്നൊക്കെ എടുക്കേണ്ടി വരും. ചില ബ്ലൗസിൽ നമുക്ക് 2 ബോർഡറും, ചില ബോർഡർ വീതിയുള്ളതും ചില ബോർഡർ വീതി കുറഞ്ഞതും ഒക്കെ ആയിരിക്കും. അപ്പം അതനുസരിച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് മാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമുക്ക് കസ്റ്റമർ തന്നിരിക്കുന്ന റെഫറൻസ്. ഇതിനകത്ത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷനിൽ അതൊന്നും നമുക്ക് ആ ഒരു ബുട്ടാസൊന്നും നമുക്ക് വേണ്ട. സ്ലീവ് അതേപോലെ വേണം. ആ നെക്കിലുള്ള ആ ഒരു ഡിസൈനും സെയിം തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഗോൾഡൻ കളർ ബീഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരെണ്ണം വലിപ്പമുള്ളതും ഒരെണ്ണം വലിപ്പം കുറഞ്ഞതും നമ്മൾ നീഡിൽ ഇടവിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബീഡ് കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു നെക്ക് മാർക്ക് ചെയ്ത പോർഷനിൽ ഒരു 2 ലെയർ സറി ത്രെഡ് കൊണ്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നെക്ക് നമുക്ക് അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല. ഈ ഒരു ബീഡ് കൊണ്ട് തന്നെ 3 ലെയർ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻ 3 ലെയർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ ബീഡ് ഒരു ചെറിയ ബീഡ് എന്ന രീതിക്ക് ഇപ്പോൾ ഈ കാണുന്ന കണക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ചെയ്യണം. എങ്കിലേ നമുക്ക് നല്ല ഹെവി ആയിട്ട് തോന്നുകയും ചെയ്യും. എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് ഈ നെക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഈ സെയിം ഡിസൈൻ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്കിലും ചെയ്ത് കൊടുക്കണം. ഇത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ആരി വർക്കാണ് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് ആരി വർക്ക് അറിയാത്തവർക്ക് പോലും നമുക്ക് സാധാ നീഡിൽ കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നെക്കും സ്ലീവും ചെയ്യുന്നത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.